പെട്ടെന്ന് മാതാവിൻ്റെ കയ്യിൽ നിന്ന് ആ ഗ്ലോബ് അപ്രത്യക്ഷമായി. അവൾ തൻ്റെ കൈകൾ താഴോട്ട് വിരിച്ചു പിടിച്ചു. അപ്പോൾ ആ പ്രകാശരശ്മികൾ താഴെയുള്ള ഗ്ലോബിലേക്ക് പതിച്ചുകൊണ്ടേയിരുന്നു. പെട്ടെന്ന് തന്നെ ഖാദറിൻ്റെ കാതിൽ ഒരു ശബ്ദം മുഴങ്ങി, ഈ രീതിയിൽ ഒരു കാശുരൂപമുണ്ടാക്കുക, അത് ലഭിക്കുന്നവർക്ക് അനന്തമായ കൃപകൾ ലഭിക്കും. ഖാദറിൻ്റെ ശവകുടീരം ആദ്യമായി തുറന്നപ്പോൾ എല്ലാവരെയും അത്ഭുതപ്പെടുത്തുമാറ് അവളുടെ ശരീരം അഴുകാതെയിരിക്കുന്നു. അക്കാലത്തെ ഒരു രാത്രി 11:30 മണി സമയം. ഏതാണ്ട് 4-5 വയസ്സ് പ്രായം തോന്നിക്കുന്ന വെള്ളവസ്ത്രധാരിയായ ഒരു കുട്ടി ഖാദറിനെ ഉറക്കത്തിൽ നിന്ന് ഉണർത്തി. എന്നിട്ട് പറഞ്ഞു, നമുക്ക് ദേവാലയത്തിലേക്ക് പോകാം, പരിശുദ്ധ കന്യക നിനക്കായി അവിടെ കാത്തിരിപ്പുണ്ട്. അവൾ ആ കുട്ടിയോടൊപ്പം ചാപ്പലിലേക്ക് പോയി. ആ കുട്ടിയുടെ സ്പർശനമേറ്റപ്പോൾ അടഞ്ഞിരുന്ന ചാപ്പലിൻ്റെ വാതിലുകൾ താനെ തുറക്കപ്പെട്ടു. അവിടെ മുഴുവൻ ദീപാലങ്കൃതമായി. അപ്പോൾ കുട്ടി വിളിച്ചു പറഞ്ഞു, ഇതാ പരിശുദ്ധ കന്യക. ബലിപീഠത്തിനരികിൽ സിൽക്ക് വസ്ത്രധാരിയായ പരിശുദ്ധ അമ്മ. കുട്ടി ഖാദറീനോടായി പറഞ്ഞു, ഇതാണ് പരിശുദ്ധ ദൈവമാതാവ്. ഖാദറീൻ പരിശുദ്ധ അമ്മയുടെ മുമ്പിൽ മുട്ടുകുത്തി തൻ്റെ കരങ്ങൾ പരിശുദ്ധ അമ്മയുടെ മടിയിൽ വെച്ചു. അതിനുശേഷം ഏറ്റവും വലിയ ആനന്ദ നിർവൃതിയിൽ അവൾ ലയിച്ചു. അപ്പോൾ പരിശുദ്ധ കന്യക തൻ്റെ ഇടത് കരം അൾത്താരയിലേക്ക് ചൂണ്ടിക്കൊണ്ട് ഇങ്ങനെ പറഞ്ഞു, അതാ അവിടെയാണ് നീ നിൻ്റെ ഹൃദയം തുറക്കേണ്ടത്. അവിടെ നിന്ന് നിനക്ക് ആവശ്യമായ എല്ലാ ആശ്വാസവും ലഭിക്കും. ഒരു പ്രേക്ഷിത ജോലി നിനക്ക് നൽകാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ പല സഹനങ്ങളും നിനക്ക് നേരിടേണ്ടതായിട്ട് വരും. പക്ഷേ അത് തരണം ചെയ്യാനുള്ള പ്രസാദവരം ദൈവം നിനക്കായി തരും. നീ ഒന്നുകൊണ്ടും ഭയപ്പെടരുത്. ഫ്രാൻസിന് ഇത് നല്ല സമയമല്ല. കുരിശ് അപമാനിക്കപ്പെടും, തെരുവുകളിൽ രക്തമൊഴുകും, സിംഹാസനങ്ങൾ ഇളക്കപ്പെടും. അപ്പോൾ അൾത്താരയുടെ അടുത്തേക്ക് വരിക. അവിടെ നിന്നും പ്രസാദവരത്തിൻ്റെ നീർച്ചാലുകൾ ഒഴുകി വരും. അമ്മ ഖാദറീനോടായി പറഞ്ഞു, ഒരു സംഘടന തുടങ്ങാനുള്ള അനുഗ്രഹം ദൈവം നിനക്കായി നൽകും. അവളുടെ കുമ്പസാരക്കാരനായ അൽഡനച്ചന് കൊടുക്കാനുള്ള ഒരു സന്ദേശവും അമ്മ അവൾക്ക് നൽകി. അതിനുശേഷം ഒരു നിഴൽ മായുന്നതുപോലെ കാവൽ മാലാഖയായ ആ കുട്ടി ഖാദറീനെ അവളുടെ മുറിയിൽ എത്തിച്ചതിന് ശേഷം അവിടെ നിന്നും മറഞ്ഞുപോയി. 1830 ജൂലൈ 27 മുതൽ ഫ്രാൻസിലെ ദിനങ്ങൾ രക്തച്ചൊരിച്ചിലിൻ്റെയും വിപ്ലവത്തിൻ്റേതുമായി മാറി. ചാൾസ് 10 സിംഹാസനത്തിൽ നിന്നും ഭ്രഷ്ടനായി. നവംബർ 27 ഖാദറീൻ മറ്റു സന്യാസിനികളോടൊപ്പം ധ്യാനനിമഗ്നയായി ദേവാലയത്തിലിരിക്കുന്നു. അപ്പോൾ യേശുപിതാവിൻ്റെ രൂപത്തിനടുത്തു നിന്നും തനിക്ക് പരിചിതമായ സിൽക്ക് വസ്ത്രത്തിൻ്റെ ശബ്ദം അവളുടെ കാതുകളിൽ വന്നു പതിച്ചു. ഖാദറിൻ്റെ ശ്രദ്ധ അങ്ങോട്ടായി. അതാ അവിടെ ധവളവർണ്ണത്തിൽ സിൽക്ക് വസ്ത്രധാരിയായി അതിമനോഹരിയായ പരിശുദ്ധ കന്യക. ശിരസിൽ നീളമുള്ള ശിരോവസ്ത്രം, പാദങ്ങളാകട്ടെ ഒരു ഗ്ലോബിൽ സ്ഥിതി ചെയ്തിരിക്കുന്നു. കയ്യിൽ മറ്റൊരു ഗ്ലോബുമായി സ്വർഗത്തിലേക്ക് നോക്കി നിൽക്കുന്ന പരിശുദ്ധ അമ്മ. അവളുടെ മുഖം ദിവ്യപ്രകാശത്താൽ ജ്വലിക്കുന്നു. കൈവിരലുകളിൽ പലതരത്തിലുള്ള രത്നങ്ങൾ. തുടർന്നൊരു ശബ്ദം കേട്ടു. അത് ഇപ്രകാരമായിരുന്നു, ഈ ഗ്ലോബ് ലോകത്തെ പ്രതിനിധീകരിക്കുന്നു, പ്രത്യേകമായി ഫ്രാൻസും അതിലെ ഓരോരുത്തരെയും. കയ്യിലെ രത്നങ്ങളിൽ നിന്ന് വരുന്ന പ്രകാശരശ്മികൾ പ്രസാദവരത്തെ സൂചിപ്പിക്കുന്നു. പെട്ടെന്ന് മാതാവിൻ്റെ കയ്യിൽ നിന്ന് ആ ഗ്ലോബ് അപ്രത്യക്ഷമായി. അവൾ തൻ്റെ കൈകൾ താഴോട്ട് വിരിച്ചു പിടിച്ചു. അപ്പോൾ ആ പ്രകാശരശ്മികൾ താഴെയുള്ള ഗ്ലോബിലേക്ക് പതിച്ചുകൊണ്ടേയിരുന്നു. ഈ അവസരത്തിൽ ഒരു ഓവൽ ഫ്രെയിം ആ രൂപത്തിന് മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. അതിനുള്ളിൽ ജന്മപാപമില്ലാതെ ഉത്ഭവിച്ച പരിശുദ്ധ മറിയമേ, അങ്ങയിൽ ആശ്രയിക്കുന്ന ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ എന്ന് സ്വർണ്ണ ലിപികളിൽ ആലേഖനം ചെയ്തിരുന്നു. പെട്ടെന്ന് തന്നെ
ഖാദറിൻ്റെ കാതിൽ ഒരു ശബ്ദം മുഴങ്ങി. ഈ രീതിയിൽ ഒരു കാശിരൂപമുണ്ടാക്കുക, അത് ലഭിക്കുന്നവർക്ക് അനന്തമായ കൃപകൾ ലഭിക്കും. തുടർന്ന് ആ കാശിരൂപം മാതൃകയുടെ പിൻവശം കാണപ്പെട്ടു. അവിടെ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ എം എന്ന അക്ഷരം ആലേഖനം ചെയ്തിരിക്കുന്നു. അതിനു മുകളിലായി ഒരു കുരിശും ഈശോയുടെയും മാതാവിൻ്റെയും ഹൃദയങ്ങൾ. കാശിരൂപത്തിന് ചുറ്റും 12 നക്ഷത്രങ്ങൾ. നിമിഷങ്ങൾക്കകം എല്ലാം ഖാദറിൻ്റെ കൺമുമ്പിൽ നിന്നും മറഞ്ഞു. ഈ കാര്യങ്ങളെല്ലാം അവൾ അൽഡനച്ചനോടായി പറഞ്ഞു. പക്ഷേ ഖാദറിൻ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാനായിട്ട് അൽഡനച്ചൻ അല്പം അമാന്തം കാണിച്ചു. കാരണം തന്നോട് പറഞ്ഞ കാര്യങ്ങൾ യാഥാർത്ഥ്യമാണോ എന്ന് അച്ഛൻ നിരീക്ഷിക്കുകയായിരുന്നു. അവൾ നിരാശയിലാണ്ടു. പരിശുദ്ധ അമ്മയോട് ഇപ്രകാരം പ്രാർത്ഥിക്കാൻ തുടങ്ങി അവൾ. ഇതിന് ഞാൻ യോഗ്യയല്ല, ഇതിനായി മറ്റാരെയെങ്കിലും തിരഞ്ഞെടുക്കുക. അപ്പോൾ അമ്മ പറഞ്ഞു, നീ ഭയപ്പെടുകയൊന്നും വേണ്ട, അൽഡനച്ചൻ എന്നെ വിഷമിപ്പിക്കുകയൊന്നുമില്ല. അങ്ങനെ ഇരിക്കെ അൽഡനച്ചനും മെത്രാപ്പോലിത്തയെ കാണാനുള്ള ഒരു അവസരം ലഭിച്ചു. അപ്പോൾ തൻ്റെ മനസ്സിനെ അലട്ടുന്ന കർമ്മ പദ്ധതിയെക്കുറിച്ച് അൽഡനച്ചൻ മെത്രാപ്പോലിത്തയെ ബോധിപ്പിച്ചു. അപ്പോൾ ആകട്ടെ അദ്ദേഹം കാശിരൂപം നിർമ്മിക്കാനുള്ള അനുവാദം അച്ഛന് നൽകി. കുറച്ച് കാശിരൂപം തനിക്കായി നൽകണമെന്നും അദ്ദേഹം അച്ഛനോട് പറയുകയുണ്ടായി. അതിരൂപത കാര്യാലയത്തിൽ നിന്നും അനുമതി ലഭിച്ചയുടൻ അൽഡനച്ചൻ കാര്യങ്ങളെല്ലാം ദ്രുതഗതിയിലാക്കി. 1832 ജൂൺ 30 ആദ്യത്തെ 20,000 കാശിരൂപങ്ങൾ പുറത്തിറക്കി. ആദ്യ കാശിരൂപങ്ങളിൽ ഒന്ന് അൽഡനച്ചനിൽ നിന്നും ഖാദറിൻ ഏറ്റുവാങ്ങി. ഇത് ലോകമെങ്ങും പ്രചരിപ്പിക്കപ്പെടണമെന്ന് അവൾ അൽഡനച്ചനോടായി പറഞ്ഞു. ഫ്രാൻസിൻ്റെ അതിർത്തികൾക്കപ്പുറം കാശിരൂപം പ്രചരിച്ചു. പലതരത്തിലുള്ള അത്ഭുതങ്ങൾ കാശിരൂപം വഴിയുണ്ടായി. കാശിരൂപം വഴി നടക്കുന്ന അത്ഭുതങ്ങൾ ദർശിച്ച ജനങ്ങൾ അതിനെ അത്ഭുത കാശിരൂപമെന്ന് വിളിച്ചു. 1832 മുതൽ 1842 വരെ ഏതാണ്ട് 10 മില്യൺ കാശിരൂപങ്ങൾ പ്രചരിപ്പിക്കപ്പെട്ടു. കാശിരൂപത്തിൻ്റെ സഹായത്താൽ നടന്ന അത്ഭുതങ്ങൾ നിരവധിയായി. അവിടുത്തെ മെത്രാപ്പോലീത്ത കാശിരൂപത്തിനെക്കുറിച്ചുള്ള പഠനത്തിനായി ഒരു കമ്മീഷനെ നിയമിച്ചു. അവരുടെ റിപ്പോർട്ടനുസരിച്ച് 1896 കാശിരൂപത്തിന് പരിശുദ്ധ സിംഹാസനത്തിൽ നിന്നും അംഗീകാരം ലഭിച്ചു. കാശിരൂപത്തിൻ്റെ ബഹുമാനാർത്ഥം ഒരു തിരുനാളിനായി അനുമതിയും നൽകി. 1831 ഖാദറിൻ റൂസബ് ബാക്കിലേക്കുള്ള യാത്രയിൽ അവിടുത്തെ ദേവാലയത്തിലെ അൾത്താരയ്ക്ക് മുകളിൽ അവസാനമായി പരിശുദ്ധ അമ്മയെ കണ്ടു. അന്ന് അമ്മ അവളോടായി പറഞ്ഞു, ഇനിമേൽ നീ എന്നെ കാണുകയില്ല, എന്നാൽ നിൻ്റെ പ്രാർത്ഥനയിൽ നീ എൻ്റെ സ്വരം ശ്രവിക്കൂ. ഖാദറിൻ്റെ പിന്നീടുള്ള ജീവിതകാലം മുഴുവൻ അവൾ പരിശുദ്ധ കന്യകയുമായി ആശയവിനിമയം നടത്തി. 1876 ഡിസംബർ 31 സമയം ഏതാണ്ട് 7 മണി. ഖാദറിൻ ഇഹലോകവാസം വെടിഞ്ഞു. അവളുടെ മരണശേഷം ദിവസങ്ങൾക്കുള്ളിൽ തന്നെ പല അത്ഭുതങ്ങളും നടന്നു. 1933 മാർച്ച് 23 ഖാദറിൻ്റെ ശവകുടീരം ആദ്യമായി തുറന്നപ്പോൾ എല്ലാവരെയും അത്ഭുതപ്പെടുത്തുമാറ് അവളുടെ ശരീരം അഴുകാതെ ഇരിക്കുന്നു. 1947 ജൂലൈ 27 ഖാദറിനെ വിശുദ്ധയായി പ്രഖ്യാപിച്ചു. സാധാരണയായി ഇങ്ങനെയുള്ള ദർശനങ്ങൾ നടക്കുന്നത് ഗ്രാമപ്രദേശങ്ങളിലാണെങ്കിൽ ഈ ദർശനം നടന്നത് ഫ്രാൻസിൻ്റെ തലസ്ഥാനമായ പാരീസിലാണ്. എല്ലാ തിന്മകൾക്കുമെതിരെ മാതാവ് ചൂണ്ടിക്കാട്ടുന്നത് അൾത്താരയാണെന്നുള്ളത് ഇവിടെ ഏറെ ശ്രദ്ധേയമാണ്. നിങ്ങളുടെ എല്ലാ ദുഃഖങ്ങളിലും നിങ്ങൾ അൾത്താരയ്ക്ക് ചുറ്റുമണയുവിൻ എന്ന സന്ദേശം മാതാവ് ഖാദറിന് നൽകി. ഇത് യാഥാർത്ഥ്യമാക്കുമ്പോൾ ഖാദറിൻ ലബോറയുടെ ദൗത്യം നാം ഓരോരുത്തരും ഏറ്റെടുക്കുകയാണ് ചെയ്യുന്നത്. വിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ട വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.